Question number 2. Let f be a twice differentiable function defined on the set of all real numbers. Also, the function f satisfies the condition f of x plus y is equal to f of x into f of y for all x comma y belongs to R. f dash of 0 4a എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ഓൾസോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന റീജിയന്റെ ഏരിയ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റിനകത്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷനകത്തെ കോൺസെപ്റ്റ് ഏരിയ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മൾട്ടി കോൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ശരി, നമുക്ക് ആ ഫംഗ്ഷൻ എഫിൽ നിന്ന് തുടങ്ങാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് വന്നാൽ ആ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയാ മക്കളെ ചൂസ് ചെയ്യാൻ പറ്റുക? കെ റൈസ് ടു എക്സ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെ? ഫംഗ്ഷണൽ ഇക്വേഷൻസ് പഠിച്ചപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണത്. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സിനെ കെ റൈസ് ടു എക്സ് എന്ന് എടുക്കാം. ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കണ്ടീഷൻ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് 0 4a ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കാം. എന്ത് കിട്ടും മക്കളെ? എഫ് ഡാഷ് ഓഫ് എക്സ് കെ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് കെ എന്നല്ലേ എഫ് ഡാഷ് എക്സ് വരിക, അല്ലെ? പക്ഷെ നമുക്ക് എന്ത് അവിടെ തന്നിട്ടുണ്ട്? എഫ് ഡാഷ് ഓഫ് 0 4a ആണ്. എഫ് ഡാഷ് ഓഫ് 0 കിട്ടണമെങ്കിൽ എഫ് ഡാഷ് എക്സിനകത്ത് എക്സ് മാറ്റി 0 വരുത്തുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ എക്സ് മാറ്റി 0 കൊടുത്താൽ കെ റൈസ് ടു 0 ഇൻറ്റു ലോഗ് കെ, അതായത് 1 ഇൻറ്റു ലോഗ് കെ അഥവാ ലോഗ് കെ വരും. അതാണ് ഈക്വൽ ടു എന്താകുന്നത്? 4a ആയിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കെ എന്തായിട്ട് എഴുതാം? ഇ റൈസ് ടു 4a ആയിട്ട് എഴുതാമല്ലോ. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി ഇ റൈസ് ടു 4a. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ കിട്ടുക? therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? കെ റൈസ് ടു എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കെ നമുക്ക് ഇ റൈസ് ടു 4a എന്ന് കിട്ടി. അപ്പൊ ഇ റൈസ് ടു 4a ദ ഹോൾ റൈസ് ടു എക്സ് എന്നല്ലേ, അതായത് ഇ റൈസ് ടു 4a എക്സ് എന്ന് കിട്ടുമല്ലോ. അപ്പൊ എഫ് ഓഫ് എക്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ഇ റൈസ് ടു 4a എക്സ് ആണ്. ഇനി നമുക്ക് ആ എയുടെ വാല്യൂം കൂടെ കണ്ടുപിടിക്കണം. ആ എയുടെ വാല്യൂം കൂടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നു. അപ്പൊ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം എഫ് ഡാഷ് എക്സ് എടുക്കാം. എഫ് ഡാഷ് എക്സ് നമുക്ക് എന്താ മക്കളെ വരിക? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 4a എക്സ് ഇൻറ്റു 4a എക്സിന്റെ ഡെറിവേറ്റീവായ 4a. ഇനി അതുപോലെ തന്നെ അപ്പൊ ഇതിനെ എനിക്ക് 4a ഇൻറ്റു ഇ റൈസ് ടു 4a എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താലോ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4a ഇൻറ്റു ഇ റൈസ് ടു 4a എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു 4a എക്സ് ഇൻറ്റു 4a. അപ്പോൾ നമുക്കത് 16a സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 4a എക്സ് എന്ന് എഴുതാമല്ലോ. പക്ഷെ നമുക്കവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നു, അല്ലെ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് 3a ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 16a സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 4a എക്സ് മൈനസ് 3a ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് 3a ഇൻറ്റു 4a ഇൻറ്റു ഇ റൈസ് ടു 4x. അപ്പൊ എനിക്ക് 12a സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 4x എന്നല്ലേ കിട്ടുക. മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? ഇ റൈസ് ടു 4x ആണല്ലോ. ഇതാണ് ഈക്വൽ ടു 0 ആകുന്നത്. വേണമെങ്കിൽ നമ്മൾക്ക് ത്രൂ ഔട്ട് ഒരു ഇ റൈസ് ടു 4x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് ഇ റൈസ് ടു 4x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16a സ്ക്വയർ മൈനസ് 12a സ്ക്വയർ അത് ഒരുമിച്ച് ചേർത്ത് എനിക്ക് 4a സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ അവിടെ നിന്ന് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 എന്ന് വരില്ലേ? എ സ്ക്വയർ 1/4 ആണെങ്കിൽ എ എന്നുള്ളത് പ്ലസ് ഓർ മൈനസ് 1/2 എന്നാണ് വരുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എ പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ ആയിട്ട് നമുക്ക് 1/2 അല്ലേ എടുക്കാൻ പറ്റുക. അപ്പൊ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ കൃത്യമായിട്ട് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? അടുത്ത പേജിലേക്ക് പോയാലോ? എഫ് ഓഫ് therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു 4ax എന്നാണ്. അപ്പോൾ ഇ റൈസ് ടു 4 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് എന്നല്ലേ എഴുതാൻ പറ്റുക.
e⁴ ആയിട്ട് 1/2 കൊടുത്തു. അതായത് e⁴ എന്ന് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ആ റീജിയൻ നോക്കാം. ഏത് റീജിയൻ അവർ തന്നിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് അല്ലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ എക്സ്. എ 1/2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1/2 ഇൻറ്റു എക്സ് അല്ലേ, അതായത് എഫ് ഓഫ് x/2 ആണല്ലോ. മാത്രമല്ല 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഈ റീജിയൻ ആണ്. അതായത് ഓർഡേഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ എഫ് ഓഫ് x/2. എഫ് ഓഫ് എക്സ് e⁻²x ആണ്. അപ്പൊ എഫ് ഓഫ് x/2 എന്ന് പറയുന്നത് എന്താ മക്കളെ? e⁻² ഇൻറ്റു x/2 അല്ലേ, അതായത് e⁻x എന്നല്ലേ വരിക. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു e⁻x, അതുപോലെ തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഈ റീജിയന്റെ ഏരിയ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ആ റീജിയൺ ഒന്ന് വരച്ചു നോക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ എടുത്തു അല്ലെ. ഇനി ആദ്യം തന്നെ ഈ കണ്ടീഷൻ നോക്കാം. y എന്ന് പറയുന്നത് 0 മുതൽ എവിടം വരെ? e⁻x വരെ. അപ്പൊ ഞാൻ y is equal to e⁻x ന്റെ ഗ്രാഫ് എന്ന് വരയ്ക്കുന്നു. ഇതല്ലേ y is equal to e⁻x ന്റെ ഗ്രാഫ്, y is equal to e⁻x ന്റെ ഗ്രാഫ്. അപ്പൊ y എന്ന് പറയുന്നത് 0 മുതൽ ഈ e⁻x വരെ. y is equal to 0 എന്ന് പറയുന്നത് x ആക്സിസ് ആണല്ലോ. അപ്പൊ x ആക്സിസിനും ഈ y is equal to e⁻x ഇടയിലായിട്ടുള്ള ഏരിയ അല്ലേ നമുക്ക് വേണ്ടത്. പക്ഷെ എവിടം തൊട്ട് എവിടം വരിക? എക്സ് ആക്സിസിലെ 0 മുതൽ 2 വരെ. ശരിയാണോ? അപ്പോൾ y is equal to 0 മുതൽ y is equal to e⁻x വരെ. അതായത് എക്സ് ആക്സിസിനും y is equal to e⁻x ഇടയിലുള്ള ഏരിയ എവിടം മുതൽ എവിടം വരെയാണ് വേണ്ടത്? എക്സ് 0 മുതൽ 2 വരെ. അപ്പൊ എക്സ് 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. എക്സ് is equal to 2 സപ്പോസ് ഇതാണെന്ന് ഇരിക്കട്ടെ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഏരിയ ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ 0 മുതൽ 2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? അപ്പർ കർവ് ഏതാണ്? y is equal to e⁻x ആണല്ലോ. അപ്പോൾ y dx, അതായത് ഇന്റഗ്രൽ 0 to 2 y എന്ന് പറയുന്നത് e⁻x ആണല്ലോ. e⁻x ഇന്റഗ്രൽ e⁻x തന്നെ ഓവർ ദ ലിമിറ്റ് 0 to 2. അപ്പർ ലിമിറ്റായി 2 കൊടുത്താൽ e² മൈനസ് ലോവർ ലിമിറ്റായി 0 കൊടുത്താൽ e⁻0 1 കിട്ടും. സോ e² - 1 അതല്ലേ ആൻസർ ആയിട്ട് വരിക. e² - 1 ഓപ്ഷൻ 1 ആയിട്ടാണ് അവിടെ കാണുന്നത്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.